നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞങ്ങൾ അങ്ങനെ നമ്മളെ വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ പ്ലിന്തിൻ്റെ പണിയാണ്. പ്ലിന്ത് വീമ് കെട്ടാനുള്ള പ്ലാനിലാണ്. അപ്പോൾ കമ്പിപ്പണിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നോക്ക്, ഞാൻ ലിവറൊന്നും ഉപയോഗിക്കാതാണ് റിങ് അടിക്കുന്നത്. ഒരു പൈപ്പ് മാത്രം മതി. ഇത് കണ്ടോ, എത്ര റിങ് വേണേലും അടിക്കുക. ഒരു മിനിറ്റ് 2-3 റിങ് അടിക്കുക. നിങ്ങൾക്ക് കമ്പിപ്പണിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ലിവറില്ലാതെ റിങ് അടിക്കാൻ നിങ്ങൾക്ക് ഇത് വേണേൽ കണ്ടുപഠിക്കുക. ഇത് സ്റ്റീലിൻ്റെ പൈപ്പാണ്. നിങ്ങൾക്ക് ഇപ്പോൾ GA പൈപ്പായാലും മതി, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ട്യൂബ് ആയാലും മതി. അരേഞ്ചിൻ്റെ റിങ് ഒരു മിനിറ്റ് 3 റിങ് അടിക്കാം. നിങ്ങൾക്ക് അത്ര സ്പീഡ് കിട്ടിയില്ലെങ്കിലും ലിവർ ഇല്ലെങ്കിലും നമുക്ക് റിങ് അടിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നല്ല സ്പീഡിൽ നമുക്ക് റിങ് അടിക്കാൻ പറ്റും. ഇതിപ്പോൾ 520 സ്ക്വയർ ഫീറ്റാണ്. നമുക്ക് 10-200 റിങ് മതി. അത് വളരെ പെട്ടെന്ന് നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അടിച്ച് മാറ്റാം. അപ്പോൾ കമ്പിപ്പണിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതേപോലെ ഒരു പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിങ് പെട്ടെന്ന് അടിച്ച് മാറ്റാൻ പറ്റും. ലിവർ വേണമെന്നില്ല. ആദ്യം 1-2 ദിവസം അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത് ഒന്ന് ശീലമായാൽ മതി. നല്ല സ്പീഡിലടിക്കാം. പെട്ടെന്ന് കറക്കി വെച്ച് നമുക്ക് റിങ് അടിക്കാൻ പറ്റും. അപ്പോൾ കമ്പിപ്പണിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടിയാണിത്. ഇന്ന് നമ്മളൊരു 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നത്. അതുമാത്രമല്ല, ഇപ്പം ഞാൻ വർഷങ്ങളായിട്ട് പണിയിൽ നിന്ന് വിട്ടിരിക്കുക. എന്നാലും നമ്മൾ പഠിച്ച പണി മറക്കത്തില്ലല്ലോ. അപ്പോൾ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു തൊഴിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷം ചെയ്യാതിരുന്നാലും നമുക്കത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി ആ സ്പീഡും കാര്യങ്ങളൊക്കെ വരും. എൻ്റെ മോൻ സിദ്ധാർത്ഥിനോട് ഞാൻ വലിയ പാലത്തിൻ്റെ പണി, ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കാണുമ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം അവൻ എന്നോട് പറയാറുണ്ട്, തള്ളാന്ന് തോന്നുന്നു. അവനറിയത്തില്ലല്ലോ ഞാൻ ഈ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. 12-ൻ്റെ 4 കമ്പിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം ചെറിയ റൂമല്ലേ, അപ്പോൾ നമുക്കത് മതി. 12-ൻ്റെ കമ്പി ഇട്ടിട്ട് ചെയ്യാം. പ്ലിന്ത് വീമ് 4 ഇഞ്ച് പൊക്കത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പ്ലിന്തെല്ലാം കെട്ടി വെച്ച് കുറച്ച് ഷട്ടർ അടിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ നാളെ പെട്ടെന്ന് പിറക്കി വെക്കാമല്ലോ. ബീം ഇത് കെട്ടുന്നതിന് നമുക്ക് അധികം സമയം വേണ്ട. 2-3 മണിക്കൂർ കഷ്ടിച്ച് 3 മണിക്കൂർ മതി നമുക്ക് ബീം കെട്ടാം. ഇനി ഇത് നേരത്തെ തന്നെ നമ്മൾ കുറച്ചൊക്കെ ഇതിൽ നിന്ന് തന്നെ ബാലൻസ് ഉള്ളത് മുറിച്ചെടുത്താണ് കോളം ചെയ്തേക്കുന്നത്. കുട്ടി പില്ലറിന് നമ്മൾ അങ്ങനെ എടുത്തേക്കുന്നത്. നല്ല കമ്പി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കണക്കാക്കിയിട്ട്. അപ്പോൾ കമ്പിപ്പണിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിങ് അടിക്കുന്നതിന് പൈപ്പ് മാത്രം മതി കേട്ടോ. ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് അത്രയും സ്പീഡ്, നിങ്ങൾ 1-2 പ്രാവശ്യം അടിച്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതേപോലെ സ്പീഡിൽ അടിക്കാൻ പറ്റും. ഒരു മിനിറ്റിൽ 3 റിങ് അടിക്കാം. എനിക്ക് 3 റിങ് വെച്ച് അടിക്കാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്യാമെങ്കിൽ അതേപോലെ അടിക്കാം. അതിന് മേളിലും അടിക്കാൻ പറ്റും. പെട്ടെന്നല്ലേ റിങ് ഒരു കമ്പി എടുത്ത് വെച്ച് കറക്കി നമ്മൾ അടിച്ചെങ്കിൽ ഇട്ടാൽ മതി. വേറെ താമസമൊന്നുമില്ല. അപ്പോൾ ഇനി തൊട്ട് എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റിങ് അടിക്കുന്നതിന്. നല്ല കോർണർ അടുത്തൊക്കെ തന്നെ വരും കെട്ടുമ്പോൾ കേട്ടോ. നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടാൽ കൊരുത്തിടാൻ വേണ്ടി ഞാൻ ബീം കൊരുത്താണ് ഇടുന്നത്. അതുകൊണ്ട് കോർണർ ഇച്ചിരി അകന്നിരിക്കുന്നത് നല്ലതാണ് കൊരുത്തിടുന്നത്. GA പൈപ്പ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ട്യൂബ് 1/2 ഇഞ്ചിൻ്റെ അത് വെച്ച് അടിച്ചാൽ മതി. എളുപ്പമാണ്. അത് ലിവർ വെച്ച് അടിച്ച് കറങ്ങി വരുന്ന ഇത് ഒരു സൈഡിൽ തന്നെ ഇന്ന് നമുക്ക് അടിക്കാം. നമുക്ക് ഒരു സൈഡിൽ തന്നെ നിന്ന് നമുക്ക് കറക്കി അങ്ങ് അടിച്ച് ഇട്ടാൽ മതി. ഇപ്പോൾ കമ്പിപ്പണി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഉള്ള ഒരു ടിപ്സാണ് ഇത്. ഒരു 200 റിങ് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അടിച്ച് തീർക്കാം. നമ്മുടെ നാട്ടിലെ മേശന്മാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേട്ടോ, വേറെ ഒരു പൈപ്പ് എൻ്റെ ഇരിക്കുന്ന പൈപ്പ് സ്റ്റീലിൻ്റെയാണ്. സ്റ്റീലിൻ്റെ വേണമെന്നൊന്നുമില്ല. സ്റ്റീലിൻ്റെ ആകുമ്പോൾ കീറി പോകത്തില്ല. അല്ലാത്ത പൈപ്പായാലും മതി. സ്റ്റീലിൻ്റെ പൈപ്പ് തന്നെ വേണമെന്നില്ല. അല്ലാത്ത പൈപ്പോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ട്യൂബോ ഒക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ പെട്ടെന്ന് റിങ് അടിച്ച് മാറ്റാം. നമ്മൾ വലിയ ബിൽഡിങ്ങിനൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ എളുപ്പം. അല്ല, ഒരു വീടിനൊക്കെ കുറച്ച് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് കമ്പിപ്പണിക്കാർക്ക് വേണ്ടി ഒരു ടിപ്സ് കൂടെ തരാം. ഒറ്റയ്ക്ക്
ബീം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഒറ്റയ്ക്ക് എത്ര വലിയ ബീമായാലും ശരി ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യുന്നത്, ഒരാളിൻ്റെ സഹായം ഇല്ലാതെ നമ്മൾ ബീം സെറ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ പരിചയപ്പെടുത്തി തരാം. അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും. എന്നാലും ചില ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചെയ്യുന്നത് ടോപ്പ് മാത്രം കെട്ടിയിട്ട് ബോട്ടം തള്ളിക്കയറ്റണം. അങ്ങനെ തള്ളിക്കയറ്റുമ്പോൾ ഒരാളുടെ സഹായം വേണം. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്ന രീതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആരുടെയും സഹായം വേണ്ട. ബോട്ടം ആദ്യം എടുത്ത് വെക്കുക, എന്നിട്ട് ടോപ്പിലൊരു കമ്പി കെട്ടുക, അതിൻ്റെ മേലോട്ട് ടോപ്പ് വെക്കുക, എന്നിട്ട് റിങ് മാർക്ക് ചെയ്ത് വാരിയിടുക. അതെല്ലാം റിങ് ഇറക്കിയിടുന്നതിനും ഞാൻ നിങ്ങൾക്ക് എളുപ്പമാർഗം പറഞ്ഞു തരാം. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് ആളുകൊണ്ട് ഇതിൽ നിന്ന് വിട്ടിരിക്കുന്നതെന്നേ ഉള്ളൂ. നമുക്ക് ഈ പണി ചെയ്യുന്ന ഒരുപാട് താല്പര്യം ഉള്ളതാണ്. നല്ല മനസ്സോടെ ചെയ്തിട്ടുള്ള പണിയാണിത്. ഒരു 10-30 വർഷത്തോളം കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ചെയ്ത്, ഗൾഫിലൊക്കെ ഒരുപാട് വർഷം ചെയ്ത്, ഗോവയിൽ കുറേ വർഷം, ഒരു 9 വർഷത്തോളം ഗോവയിൽ ചെയ്ത്. അതുകൊണ്ട് ഈ കമ്പിപ്പണി തട്ടിൻ്റെ പണിയേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റും കൂടുതൽ അറിയാവുന്നതും കമ്പിപ്പണിയാണ്. അപ്പോൾ ഒരു വീടിൻ്റെയൊക്കെ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കമ്പിയുടെ പണിയൊക്കെ എന്നെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ പെട്ടെന്നാണ്. കണ്ട് റിങ് അടിച്ച് കഴിഞ്ഞു. നമുക്ക് 200 റിങ് മതിയായിരുന്നു. റിങ് നമ്മൾ അടിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബീം സെറ്റ് ചെയ്യാം. 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ബീം സെറ്റ് ചെയ്ത് തീർക്കാം. ഇത് വലിയ കാര്യമൊന്നും ഉള്ളതല്ല. അപ്പോൾ ബോട്ടം ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്കൊരു റിങ് ഇട്ട് പൊക്കി കിട്ടാമെന്നുണ്ടെങ്കിൽ ആരുടെയും സഹായം വേണ്ട. അപ്പോൾ ടോപ്പും ബോട്ടവും കൂടെ ഒന്നിച്ച് വെച്ച് നമുക്ക് പണി നടത്താം. ഇതൊക്കെ എൻ്റെ കമ്പിപ്പണി സുഹൃത്തുക്കൾക്കുള്ളതാണ് കേട്ടോ. അപ്പം അവർക്ക് അതിൻ്റെ പെട്ടെന്ന് ചെയ്യാനുള്ള ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ കാലത്ത് റേറ്റ് കുറച്ചാണല്ലോ പണിയെടുക്കുന്നത്. അപ്പോൾ പണി എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുക. അത് നമ്മൾ ഇപ്പോൾ കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന രീതി പണി ചെയ്താലേ അവർ നിലനിന്നാലോ വീണ്ടും പണി കിട്ടത്തുള്ളല്ലോ. അപ്പോൾ കമ്പിപ്പണി ചെയ്യുന്ന സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്കാണ് പണി പെട്ടെന്ന് തീർക്കാനും പെട്ടെന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുക. നാട്ടിലൊക്കെ എങ്ങനെ ബീം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് കമ്പി ഇട്ട് റിങ്ങെല്ലാം കൊരുത്തിട്ട് കെട്ടിയിട്ട് പിന്നെ 2 പേര് തള്ളിക്കയറ്റി 2 പേര് വേണം. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ എത്ര വലിയ ബീമായാലും എത്ര വലിയ കെട്ടിടമായാലും ശരി ഒറ്റയ്ക്ക് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെ കെട്ടുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ആളുണ്ട്, ബീം മൊത്തം ഞാനിപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് സെറ്റ് ചെയ്ത്, അവർ കട്ടിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ബീം ഞാൻ മൊത്തം സെറ്റ് ചെയ്യും. റിങ്ങിട്ട് എല്ലാം റെഡിയാക്കി കൊടുക്കുകയും പിന്നെ അവർക്ക് കെട്ടുന്ന പണിയെല്ലാം നമ്മൾ 20 സെൻറ്റിക്കാണ് ഇടുന്നത്. ചെറിയ റൂമുകളല്ലേ, പിന്നെ 15 സെൻറ്റ് വേണമെന്നില്ല, 20 സെൻറ്റ് ആഴത്തില. നമ്മൾ ഈ പണിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഡെയിലി ഇതൊക്കെ തന്നെ ആയിരുന്നു പരിപാടി. ഇവിടെ നമ്മളെ നാട്ടിൽ പക്ഷേ അങ്ങനെ ഇല്ലല്ലോ. പലപ്പോഴൊക്കെ അല്ല ഉള്ളൊരു ബീം സെറ്റ് ചെയ്യുന്ന ഒരു പണി വരുന്നത്. ഇതേപോലെ ഒരു പ്ലിന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വലിയ ബീം സെറ്റിങ് ഇല്ലല്ലോ. ബോട്ടോ കൂടെ പൊക്കി മേളോട്ട് വെച്ച് കെട്ടുക മാർക്കിട്ടതിന് ശേഷം. പിന്നെ നമുക്ക് റിങ് പൊരുത്തിടാം. അപ്പോൾ ഒരാളുടെ സഹായം വേണ്ട നമുക്ക്, വേണ്ട ഒറ്റയ്ക്ക് തന്നെ എത്ര വലിയ ബീമായാലും ശരി ആരുടെയും സഹായം വേണ്ട. ടോപ്പും ബോട്ടവും വലിച്ചു കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഒരാൾ മതി കമ്പിപ്പണി വേണ്ട. ഞാൻ തന്നെ റിങ് അടിച്ച് നമ്മൾ തന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ റിങ് അടിച്ച് കൊണ്ടുവന്നിട്ട് കണ്ട ബീം ഇതേപോലെ കട്ട് ചെയ്തുകൊണ്ട് വന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാതെ പണിയുന്ന ആൾക്കാർ കാണുമല്ലോ. ചില ആൾക്കാർ 1-2 പേരൊക്കെ വന്ന് പണിയുമ്പോഴും അവർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് സെൻറ്റർ വരെ എണ്ണി എത്ര റിങ് ഉണ്ടെന്ന് നോക്കുക, അത്രയും റിങ് വാരി വെക്കുക, പടപടാന്ന് പറക്കിയിടുക. ഈ റിങ് പറക്കിയിടുന്നതിന് ഞാൻ നിങ്ങൾക്കൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ചിലർക്ക് അറിയാത്ത ഒരു കാര്യം എന്താണ്ട്, ഈ ചെറിയ ഉക്ക് കമ്പി അടിയിൽ കൂടെ പോയെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വരും. അതേപോലെ തന്നെ ആ ചെറിയ ഉക്ക് കമ്പി മേളിൽ കൂടെ പോയെങ്കിൽ ഇപ്പുറത്തെ സൈഡ് വരും. അതൊന്ന് പഠിച്ചാൽ മതി. പെട്ടെന്ന് കൊരുക്കാൻ വേണ്ടിയുള്ളത് അതൊന്ന് പഠിച്ചാൽ മതി. ചെറുത് അടിയിൽ കൂടെ പോയാൽ അപ്പുറത്തെ സൈഡിലും ചെറുത് മേളിൽ കൂടെ വന്നാൽ ഇപ്പുറത്തെ സൈഡിലും വരും. അതിൻ്റെ കോർണർ പെട്ടെന്ന് നമുക്ക് അതൊന്ന് ഒരു ടെക്നിക്കാണ്. അതൊന്ന് വശമായി കഴിഞ്ഞാൽ പെട്ടെന്ന് റിങ് വാരിയിടുന്നതിന്
എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. ചെറിയ എല്ല് വരുന്ന സൈഡ് അടിയിൽ കൂടെ ഇട്ടാൽ അപ്പുറത്തെ നമ്മൾ നിൽക്കുന്നതിന് എതിർ സൈഡും പോവും. മേളിൽ കൂടെ ഈ വെച്ചേക്കുന്ന കമ്പിയുടെ മേളിൽ കൂടെ വരാമെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും വരും. അപ്പോൾ അപ്പുറം ഇപ്പുറമായിട്ടാണല്ലോ ബീമിന് നമ്മൾ ഈ കോർണർ ഇടുന്നത്. കണ്ട ഇത് കണ്ട അടിയിൽ കൂടെ ഈ ചെറിയ അടിയിൽ കൂടെ പോകണം. ഇത് കണ്ട അതേപോലെ അടിയിൽ കൂടെ അപ്പുറത്തോട്ട് വിട്ടാൽ അപ്പുറത്തെ സൈഡിൽ, അതേപോലെ തന്നെ അത് തിരിച്ചിട്ട് ഇപ്പുറത്ത് വരണമെങ്കിൽ എൻ്റെ മേളിൽ കൂടെ വിടുക, കമ്പിയുടെ മേളിൽ കൂടെ വിടുക, ഇപ്പുറത്ത് വരും. ഇത് മാത്രമേ ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ പടപടാന്ന് പറക്കി നമുക്ക് അങ്ങിടാം. അത്രയേ ഉള്ളൂ. ഇതൊന്ന് പഠിക്കുന്നേ ഉള്ളൂ. അത് ചില ആൾക്കാർക്ക് അത് അറിയത്തില്ല, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്. അതൊന്ന് പഠിച്ചാൽ നമുക്ക് കണ്ട ഇതേപോലെ പടപടാന്ന് പറക്കി അങ്ങിടാൻ പറ്റും. ബീം സെറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു വശമുണ്ട്. ആ രീതി ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലിയ വീടായാലും നമുക്ക് ചെയ്യാം. നമുക്ക് ഇത്രയും വലിയ ഇതിൻ്റെ പ്ലിന്ത് ബീമൊക്കെ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് നമുക്ക് മൊത്തത്തിൽ തീർക്കാവുന്നതുള്ളൂ. കെട്ടുന്നതിന് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് റിങ് അടിച്ച് ഇനി കെട്ടുന്നതിനുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ തീർക്കും. ഇത് റിങ്ങിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടൊന്നുമില്ലല്ലോ കെട്ടി തീർക്കുന്നതിന്. പടപടാന്ന് പറക്കി റിങ് ഇടുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബീം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബീമിൻ്റെ പരിപാടി കഴിഞ്ഞു. മറ്റേതെന്ന് പറഞ്ഞാൽ ടോപ്പിട്ട് കെട്ടിയിട്ട് ബോട്ടം തള്ളി കയറ്റാനും അത് പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇതങ്ങനല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് പണി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നിന്ന് ചെയ്യുന്ന ചെറിയ പണിക്കാർക്കൊക്കെ അത്ര വശം വരത്തില്ലല്ലോ. അപ്പം നമ്മൾ ചെയ്ത് ഒരുപാട് തഴക്കവും പിഴക്കവും ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തന്നെന്നുള്ളൂ. പൈപ്പിട്ട് റിങ് അടിക്കുന്നതും നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞു തന്നെ അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ചെയ്യാമല്ലോ. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ വല്ല കടയുടെയൊക്കെ വർക്ക് വരുമ്പോൾ ഒത്തിരി ബീം കാണും. അപ്പോൾ റിങ് എത്ര വേണേലും അടിക്കാം. ആദ്യം 1-2 ദിവസം ബുദ്ധിമുട്ടേ വരുത്തുള്ളൂ. പിന്നെ അങ്ങ് ശീലമായ പെട്ടെന്ന് കറക്കി വെച്ച് നമുക്ക് അങ്ങ് റിങ് അടിക്കാൻ പറ്റും. ഞാൻ ഒരു 25 അടി നീളമുള്ള ഒരു ബീമാണ് സെറ്റ് ചെയ്തത്. നമുക്ക് എല്ലാം കൂടെ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ബീം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 15 മിനിറ്റ് കൊണ്ട് ബീം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് മൊത്തം ഞങ്ങൾ കെട്ടിത്തീർന്നു. ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ പ്ലിന്ത് ബീം മൊത്തം കെട്ടിത്തീർന്നു. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെയൊക്കെ ഞാൻ പറയുവാണ്, നമ്മളിത് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വെച്ച് കൊടുക്കുന്ന വീടിൻ്റെ ഇതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇടുന്ന് കാണുന്ന സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം. എൻ്റെ സിറ്റ് ഔട്ടിൻ്റെ കോളം മേളോട്ട് പോകുന്നത്, അതുകൊണ്ട് മേളോട്ട് ഓവർലാപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ വീണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകണം. നമുക്ക് വീണ്ടും ഇത് നാളെ ഇനി പ്ലിന്ത് ഷട്ടർ അടിക്കാം. ഷട്ടർ അടിച്ച് 2 ദിവസത്തിനുള്ളിൽ ഷട്ടറിൻ്റെ പണി തീർത്താൽ നമുക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വാർക്കാം. പെട്ടെന്ന് പണി തീർത്ത് പെട്ടെന്ന് മേളോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്ന് അവരെ കയറി താമസിക്കാനുള്ള സംവിധാനം നമ്മൾ ഒപ്പിക്കുക. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് എന്നോട് സപ്പോർട്ടിനുണ്ടായിരിക്കണം. എൻ്റെ സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഞാൻ വീണ്ടും അവർക്കെല്ലാം നന്ദി പറയുവാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീടിൻ്റെ പണി തീർത്ത് നമുക്ക് അവരെ കയറ്റാം. അത്രയ്ക്ക് സ്പീഡിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, ബൈ.